അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, നരകം പ്രദർശിപ്പിക്കപ്പെടുക എന്നത് തന്നെ ശിക്ഷയാണ് എങ്കിൽ അതിനുള്ളിൽ കയറിയാലുള്ള അവസ്ഥ എന്താണ്? അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവന്റെ അവസ്ഥ എന്താണ്? അതിൽ കടന്നെറിയുന്നവന്റെ സ്ഥിതി എന്താണ്? അത് കാണുക എന്നത് തന്നെ ശിക്ഷയാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ്, അതിൽ പ്രവേശിക്കുക എന്നത് ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ ഉരിദ അലൈഹി മഖ്അദുഹു ബിൽ ഗദാതി വൽ അശി, അവന് പരലോകത്ത് നൽകപ്പെടാനിരിക്കുന്ന സ്ഥാനം എന്താണ് എന്ന് രാവിലെയും വൈകുന്നേരവും കാണിക്കപ്പെടുന്നതാണ്. ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന, ഖബറിൽ അവന് കാണിക്കപ്പെടുന്നത് രാവിലെയും വൈകുന്നേരവും സ്വർഗ്ഗമാണ്